അമേരിക്കയും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷം ആദ്യമായി UAE-യിൽ വീണ്ടും ഇറാന്റെ ഡ്രോൺ ആക്രമണം. UAE-യിൽ 15 മിസൈൽ ആക്രമണങ്ങൾ ഇറാൻ നടത്തിയെന്നാണ് വിവരം. വ്യോമാക്രമണത്തിൽ 3 ഇന്ത്യക്കാർക്ക് സാരമായി പരിക്കേറ്റു. UAE-യിൽ വീണ്ടും ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തിയിരിക്കുകയാണ്. UAE-ക്ക് ഇറാന് നേരെ 15 മിസൈൽ ആക്രമണങ്ങൾ നടത്തിയെന്ന വിവരമാണ് ഒടുവിൽ പുറത്തുവരുന്നത്. 12 ബാലിസ്റ്റിക് മിസൈലുകളും 3 ക്രൂയിസ് മിസൈലുകളും ഇറാൻ പ്രയോഗിച്ചിട്ടുണ്ട്. 4 ഡ്രോണുകൾ ഉപയോഗിച്ചും ആക്രമണശ്രമമുണ്ടായി എന്നാണ് റിപ്പോർട്ട്. വ്യോമാക്രമണത്തിൽ 3 ഇന്ത്യക്കാർക്ക് സാരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കേട്ട ശക്തമായ സ്ഫോടന ശബ്ദങ്ങൾ മിസൈലുകളെയും ഡ്രോണുകളെയും പ്രതിരോധ സംവിധാനങ്ങൾ ആകാശത്ത് വെച്ച് തടഞ്ഞു നശിപ്പിക്കുന്നതിൻ്റെയാണെന്നാണ് അധികൃതരും അറിയിച്ചത്. ബാലിസ്റ്റിക് മിസൈലുകൾക്ക് പുറമെ ക്രൂയിസ് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചാണ് ഇറാൻ ആക്രമണം നടത്തിയത്. മിസൈൽ ഭീഷണി ഉണ്ടാകാൻ തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉടനടി പ്രതികരിക്കുമെന്ന് UAE-യുടെ നാഷണൽ എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇറാനിൽ നിന്നുള്ള ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് ഫുജൈറയിലെ പെട്രോളിയം ഇൻഡസ്ട്രിയൽ സൈറ്റിൽ വലിയ തീപിടുത്തമുണ്ടായതായും ഫുജൈറ മീഡിയ ഓഫീസും അറിയിച്ചു. ഫുജൈറ സിവിൽ ഡിഫൻസ് വിഭാഗം സംഭവസ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങളും ഉടൻ തന്നെ തുടങ്ങിയിരുന്നു. ഇതിനിടെ ഹോർമുസിന് സമീപം കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായതായ സൂചനകളുമുണ്ട്. ദുബായിക്ക് ഏകദേശം 36 നോട്ടിക്കൽ മൈൽ വടക്ക് ഒരു ചരക്ക് കപ്പലിന്റെ എഞ്ചിൻ റൂമിൽ തീപിടുത്തമുണ്ടായതായാണ് യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻ അറിയിച്ചത്. ഇതിന്റെ കാരണം വ്യക്തമല്ലെങ്കിലും കപ്പലിലെ ജീവനക്കാരെല്ലാം സുരക്ഷിതരാണെന്നാണ് ഏജൻസി വ്യക്തമാക്കിയത്. കൂടാതെ മീന സഖറിന് 14 നോട്ടിക്കൽ മൈൽ പടിഞ്ഞാറ് മറ്റൊരു അപകടം നടന്നതായും UKMTO റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഔദ്യോഗിക സ്രോതസ്സുകളിൽ നിന്നുള്ള വിവരങ്ങൾ മാത്രം വിശ്വസിക്കണമെന്നാണ്, സുരക്ഷിതമായ ഇടങ്ങളിൽ തുടരണമെന്നുമാണ് ആഭ്യന്തര മന്ത്രാലയം ജനങ്ങൾക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.